കെ സ്മാർട്ടിനെ കുറിച്ചിട്ടുള്ള പുതിയൊരു അപ്ഡേറ്റ് വന്നു. അതായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ പ്രധാന വിഷയം. വെൽക്കം ടു ST ചാനൽ. കെ സ്മാർട്ടിലെ പുതിയ അപ്ഡേറ്റ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അറിയിക്കാൻ വേണ്ടി സൺഡേ ആയിട്ട് കൂടി വീഡിയോ ചെയ്യുന്നത്. ഇതിനകത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കെ സ്മാർട്ട് നമുക്കറിയാം, എല്ലാ സർക്കാർ ഓൺലൈൻ സർവീസുകളും വൺ പ്ലാറ്റ്ഫോമിലാക്കി കേരള സർക്കാരിൻ്റെ ഒരു വിജയ പദ്ധതിയായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് കെ സ്മാർട്ട്. അപ്പോൾ അതിലെ മെയിനായിട്ടുള്ളൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ എല്ലാ അപേക്ഷകളും ഇപ്പോൾ നമ്മൾ കെ സ്മാർട്ട് വഴിയാണ്, സ്വയമേ ആണ് നമ്മളിത് ചെയ്യേണ്ടത്. പക്ഷേ സ്വയമേ നമുക്ക് ഒട്ടുമിക്കവാറും ആൾക്കാർക്ക് ഈ വീട്ടിൽ പറഞ്ഞ പോലെ പ്രിൻ്റർ, സ്കാനർ ഒന്നും ഇല്ലാത്തതും അതിനെക്കുറിച്ചിട്ട് ശരിക്കും അറിവില്ലായ്മയും കൊണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ CSC സെൻറ്റർ, അതുപോലെ തന്നെ അക്ഷയ സെൻറ്റർ തുടങ്ങിയവയുടെ സഹായം എടുത്തിട്ടാണ് നമ്മൾ ഈ അപേക്ഷകൾ സമർപ്പിക്കുന്നത്. അപ്പോൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഇപ്പോൾ ഈ CSC സെൻറ്ററിൽ നമ്മളത് കൃത്യമായിട്ട് ഫോളോ ചെയ്താണ് പോകുന്നത്. പക്ഷേ എല്ലാ സെൻറ്ററും അതങ്ങനെ ഫോളോ ചെയ്യണമെന്നില്ല. അപ്പം നിങ്ങൾ ഓരോ ആൾക്കാരും അപേക്ഷ സമർപ്പിക്കാൻ ചെല്ലുമ്പോൾ പഞ്ചായത്ത് തലത്തിലും മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങിയവയിലേക്ക് വിവിധ അപേക്ഷകൾ സമർപ്പിക്കാൻ വരും ദിവസങ്ങളിൽ ചെല്ലുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ലോജിനിൽ തന്നെ ഈ അപേക്ഷകൾ സമർപ്പിച്ചാൽ മാത്രമേ പഞ്ചായത്തായാലും മുനിസിപ്പാലിറ്റി ആയാലും കോർപ്പറേഷൻ ആയാലും അത് സ്വീകരിക്കുകയുള്ളൂ. കാരണം വെച്ചാൽ നിങ്ങളുടെ ID-യിലാണ് അത് ചെയ്യുന്നതെന്ന് ഉറപ്പ് വരുത്തുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഫോണിൽ നിങ്ങളുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത ഫോണിൽ നിങ്ങളുടെ OTP വന്നതിന് ശേഷം മാത്രമേ അവർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ചില കേന്ദ്രങ്ങളിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്, അവരുടെ ID-യിലൂടെ തന്നെ എളുപ്പത്തിന് വേണ്ടി ചെയ്തു വിടും. അങ്ങനെ ചെയ്തു വിടുന്ന അപേക്ഷ ഒരു കാരണവശാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്വീകരിക്കുകയില്ല എന്ന ഒരു വിവരം ലഭിക്കുകയുണ്ടായി. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ഈ അപേക്ഷകൾ സമർപ്പിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ അപേക്ഷകൾ കിട്ടാനും കാലതാമസം എടുക്കും. ഇത് ചെയ്തു കൊടുക്കുന്ന ആളുകൾക്കും പ്രശ്നം ഉണ്ടാവും എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ IT മിഷനിൽ നിന്നാണെങ്കിലും ഈ പറഞ്ഞ കെ സ്മാർട്ടിൻ്റെ ഹെൽപ്പ് ലൈനിൽ നിന്നും കിട്ടിയിരിക്കുന്ന അറിയിപ്പാണ്. അപ്പോൾ എല്ലാ ആളുകളും ഈ വിവരം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. കാരണം വെച്ചാൽ വരും ദിവസങ്ങളിൽ പഞ്ചായത്തിൽ പേപ്പർ ഫ്രീ ആയിട്ട് തന്നെയാണ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങിയവയിൽ പേപ്പർ ഫ്രീ ആയിട്ട് തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ കെ സ്മാർട്ടിൻ്റെ ഉപയോഗം കൂടിക്കൂടി വരും. ഇപ്പോൾ കെ സ്മാർട്ടിലുള്ള ടെക്നിക്കൽ പ്രശ്നങ്ങൾ ചെറിയ രീതിയിൽ അവരത് പരിഹരിച്ചു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൂടുതൽ അപേക്ഷകൾ, ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ സർവീസുകൾ ഇപ്പോൾ മൊത്തം അതിലേക്ക് കൺവേർട്ട് ആകുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുന്ന ഉടനെ ഇപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള മുഴുവൻ ആളുകൾക്കും അത് പ്രയോജനമുള്ള ഒരു രീതിയിലാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. അത് കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങളുടെ ഒരു ലോജിനിൽ നിങ്ങൾക്കിപ്പോൾ കേരളത്തിൻ്റെ ഏത് സ്ഥലത്ത് പോയാലും നിങ്ങൾക്ക് ആ ലോജിൻ എടുത്തു കഴിഞ്ഞാൽ അതിലൂടെ നിങ്ങൾ ഇത്രയും നാൾ എന്തെല്ലാം ആപ്ലിക്കേഷൻസ് നിങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ വിവരങ്ങൾ വ്യക്തമായിട്ട് കിട്ടുവാൻ സാധിക്കും. അതിനുവേണ്ടി തന്നെയാണ് സർക്കാർ ഇങ്ങനെ ഒരു കാര്യം ഉദ്ദേശിച്ചിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. വളരെ നല്ലൊരു കാര്യമാണത്. കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പൊതുവേ നമ്മുടെ അറിയാം, കേരള സർക്കാരിൻ്റെ പല സർവീസുകളും വൺ പ്ലാറ്റ്ഫോമിലല്ല ചെയ്തു പോകുന്നത്. ഈ ഡിസ്ട്രിക്റ്റ്, ഈ പറഞ്ഞ പോലെ മസ്റ്ററിങ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ അത് ഭാവിയിൽ ഇതെല്ലാം കൂടെ ഏകീകരിച്ച് ഈ പറയുന്ന കെ സ്മാർട്ടിൽ വന്നു കഴിഞ്ഞാൽ അതെല്ലാ ജനങ്ങൾക്കും ഒരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു സംഭവമായിരിക്കും. കാരണം ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഇപ്പോൾ ഈ മസ്റ്ററിങ് കേസുകളിൽ ഇപ്പോൾ ഈ ഒരു സെൻറ്ററിൽ മാത്രം നമ്മൾ ക്യൂ നിൽക്കുകയും പറഞ്ഞ പോലെ കേരളത്തിന് പുറത്തുള്ള ആളുകൾ ബുദ്ധിമുട്ടുകയും അങ്ങനെയുള്ള ഒരു സംഭവമാണ് കണ്ടുവരുന്നത്. അപ്പോൾ ഇത് സക്സസ് ആയി കഴിഞ്ഞാൽ ഭാവിയിൽ ഇതുമായിട്ട് എല്ലാ സർവീസുകളും ലിങ്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ ജനങ്ങളും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ലോജിനിൽ കൂടി തന്നെയാണ് ഏത് സെൻറ്റർ, അക്ഷയ ആയിക്കോട്ടെ, CSC ആയിക്കോട്ടെ, സർവീസുകൾ ചെയ്യുന്നതെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തിയാൽ അത് നിങ്ങൾക്ക് തന്നെ പ്രയോജനമായിരിക്കും. കാരണം എന്ന് വെച്ചാൽ എല്ലാ സർവീസുകളും നിങ്ങളുടെ ആ ലോജിനിൽ ലഭിക്കും. ആ മൊബൈൽ നമ്പർ മാത്രം മതി. അപ്പോൾ ഈ വിലപ്പെട്ട വിവരം എല്ലാവരിലും ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഒന്ന് കമൻറ്റ് ചെയ്യണം. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം ST ചാനൽ. അടുത്ത അപ്ഡേറ്റിനായി കാത്തിരിക്കുക. സ്റ്റേ ട്യൂൺഡ്.